നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. അമേരിക്കയും ഇറാനും തമ്മിൽ ഇസ്ലാമാബാദിൽ നടന്ന സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടു. 21 മണിക്കൂർ നീണ്ട ചർച്ചയിൽ ഇറാന്റെ ആണവ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളിലും ജനുവരിയിലെ കലാപത്തിലും US ഉപാധികൾ അംഗീകരിക്കാത്തതിനെ തുടർന്ന് US സംഘം മടങ്ങുകയാണെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കി. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം കടുക്കാനും യുദ്ധസാധ്യത വർദ്ധിക്കാനും ഇടയായി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി 2 ആഴ്ച നീളുന്ന ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ ഉണ്ടായ ആശ്വാസം ലോകം മുഴുവൻ അലയടിച്ചു എന്ന് പറഞ്ഞാൽ അത് ഒട്ടും അതിശയോക്തിയാകില്ല. അമേരിക്ക അണുബോംബ് ഉപയോഗിക്കുമോ എന്നുവരെ ഭീതി ഉണർത്തിയ ദിനങ്ങൾക്കു ശേഷം തൽക്കാലത്തേക്കെങ്കിലും ഒരു സമാധാനം പശ്ചിമേഷ്യയിൽ രൂപപ്പെട്ടതിന്റെ സന്തോഷം എണ്ണവിലയിലും ലോക കമ്പോളങ്ങളിലുമെല്ലാം പ്രതിഫലിക്കുകയും ചെയ്തു. എന്നാൽ വീണ്ടും യുദ്ധപ്പേടി ലോകത്തെ കീഴടക്കുന്നു. ഇസ്ലാമാബാദിലെ സമാധാന ചർച്ച എങ്ങുമെത്താതെ അവസാനിച്ചു. നിരാശനായി US വൈസ് പ്രസിഡന്റ് JD വാൻസ് മടങ്ങി. ഇതോടെ വീണ്ടും ഉയരുന്ന ചോദ്യം പശ്ചിമേഷ്യയിൽ ഇനി എന്ത് എന്നാണ്. ഫെബ്രുവരി 28-ന് യുദ്ധം തുടങ്ങിയതിനു ശേഷം ട്രംപ് ആദ്യം പുറത്തുവിട്ട സന്ദേശത്തിൽ 1979 മുതൽ ഇറാൻ ചെയ്ത കുറ്റങ്ങൾക്കുള്ള തിരിച്ചടിയാണ് യുദ്ധം എന്നാണ് പറഞ്ഞിരുന്നത്. വാഷിംഗ്ടൺ പോസ്റ്റ് എന്ന പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇറാനിലെ നിലവിലെ ഭരണസംഹിത മാറ്റുകയാണ് യുദ്ധം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു. ഇതിനുശേഷമാണ് 5 ലക്ഷ്യങ്ങൾ കൈവരിക്കാനാണ് തങ്ങൾ ഒരുമ്പിടുന്നതെന്ന് ട്രംപ് വ്യക്തമാക്കിയത്. അതിൽ ആദ്യത്തേത് ഇറാന്റെ മിസൈൽ സംബന്ധമായ ശക്തികൾ പൂർണ്ണമായി തകർക്കുക എന്നുള്ളതായിരുന്നു. രണ്ടാമത് ഇറാന്റെ നാവിക വ്യോമസേനകൾ നശിപ്പിക്കുക എന്നതും. ഇറാൻ പിന്താങ്ങുന്ന സായുധ സേനകളെ നിർവീര്യമാക്കുക എന്നതാണ് മൂന്നാമത്തെ ആവശ്യം. ഇറാന്റെ അണുബോംബ് നിർമ്മിക്കാനുള്ള പദ്ധതികൾ ഇനി ഒരിക്കലും കൈവരിക്കാൻ പറ്റാത്ത രീതിയിൽ ഉന്മൂലനം ചെയ്യേണ്ടത് നാലാമത്തെ ആവശ്യമായും പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ സഖ്യകക്ഷികളായ രാജ്യങ്ങളെ സംരക്ഷിക്കുക എന്നത് 5ാമത്തെയും നിർദ്ദേശമായി മുന്നോട്ട് വെച്ചു. യുദ്ധം നടന്ന സമയത്ത് ഈ ലക്ഷ്യങ്ങൾ നേടിയെന്ന് പലതവണ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഇതിൽ ഒന്നുപോലും പൂർണ്ണമായും കൈവരിക്കാൻ ഒരിക്കലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോഴാകട്ടെ ചർച്ചയും പരാജയപ്പെട്ടു. വെടിനിർത്തൽ നിലവിൽ വന്നു കഴിഞ്ഞും ഇസ്രയേൽ ലെബനന് മേൽ ബോംബുകൾ വർഷിക്കുന്നതും ഇതിന് മറുപടി എന്നോണം ഇറാൻ തിരിച്ചടിച്ചതുമെല്ലാം ചർച്ച പൊളിയാൻ കാരണമായി. ആണവ വിഷയവും ഹോർമൂസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട ഭിന്നതകളും ഒത്തുതീർപ്പിലാകാതിരുന്നതോടെ പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ വീണ്ടും കടുപ്പിക്കുമോ എന്ന ആശങ്ക ഉയരുകയാണ്. ഈ പരാജയം ആഗോള എണ്ണ വിപണിയിലും മേഖലയിലെ സമാധാന ശ്രമങ്ങളിലും നിർണായക പ്രതിഫലനം സൃഷ്ടിക്കാനാണ് ഇട. ഈ പരാജയം അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്ന 2 ആഴ്ചത്തെ വെടിനിർത്തലിനെയും അനിശ്ചിതത്വത്തിലാക്കും. ഹോർമൂസ് കടലെടുക്ക് വീണ്ടും സംഘർഷത്തിലാകുമോ എന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട്. JD വാൻസ് നയിച്ച US സംഘത്തിൽ ജാരേഡ് കുഷ്ണർ, സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരും പങ്കെടുത്തിരുന്നു. ഇറാൻ സംഘത്തെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖിർ ഖാലിഖ്ബാഫും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും നയിച്ചു. ആണവായുധം വികസിപ്പിക്കരുത് എന്ന അമേരിക്കൻ നിബന്ധനകൾ അംഗീകരിക്കാൻ ഇറാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് കരാറുണ്ടാക്കാൻ സാധിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വാൻസിന്റെ മടക്കം. ചർച്ച പരാജയപ്പെട്ടെന്ന് സ്ഥിരീകരിച്ച ഇറാൻ യുദ്ധത്തിലൂടെ നേടാൻ കഴിയാതിരുന്ന ലക്ഷ്യങ്ങൾ US ചർച്ചയിലൂടെ നേടാൻ ശ്രമിച്ചെന്ന് ആരോപിച്ചു. USന്റെ അമിതമായ ആവശ്യങ്ങളാണ് ചർച്ച പരാജയപ്പെടാൻ കാരണമെന്നും ഇറാൻ കുറ്റപ്പെടുത്തി. ചർച്ചാമുറിയിൽ ഇറാനെതിരായ യുദ്ധത്തിലൂടെ നേടാൻ കഴിയാതിരുന്ന ലക്ഷ്യങ്ങളായ ഹോർമൂസ് കടലിടുക്കിന്റെ വിഷയം, രാജ്യത്ത് നിന്ന് ആണവ വസ്തുക്കൾ നീക്കം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ അമേരിക്ക നേടിയെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ ഇറാനിയൻ പ്രതിനിധി ആ ശ്രമം പരാജയപ്പെടുത്തി എന്നാണ് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ തസ്നീം ന്യൂസ് റിപ്പോർട്ട് ചെയ്തത്. 21 മണിക്കൂറിലേറെ മാരത്തൺ ചർച്ചയിൽ ഇറാൻ ആണവായുധം ഉണ്ടാക്കരുത് എന്നതാണ് പ്രധാനമായും ആവശ്യപ്പെട്ടത് എന്ന് US വൈസ് പ്രസിഡന്റ് പറഞ്ഞു. ചർച്ചയിൽ നിന്ന് അമേരിക്ക പിന്മാറുകയായിരുന്നു. ഏറ്റവും മികച്ച വാഗ്ദാനം മുന്നോട്ട് വെച്ചുവെങ്കിലും ഇറാൻ അത് സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ചർച്ചാവേദിയിൽ നിന്ന് മടങ്ങിയത്. ദേശീയ താൽപ്പര്യങ്ങൾ മുൻനിർത്തി ചർച്ച തുടരുമെന്നാണ് ഇറാന്റെ നിലപാട്. ചർച്ചകളിൽ നിന്ന് പിന്മാറാൻ അമേരിക്ക ഒരു കാരണം കണ്ടെത്തുകയായിരുന്നു എന്ന് ഇറാൻ പ്രതിനിധി സംഘത്തോട് അടുത്ത വൃത്തങ്ങൾ ആരോപിച്ചു. പന്ത് ഇനി അമേരിക്കയുടെ കോർട്ടിലാണെന്നും അവർ വ്യക്തമാക്കി. എന്നാൽ ചർച്ചകളുടെ ഫലം എന്തുതന്നെയായാലും ഇറാനുമേൽ വാഷിംഗ്ടൺ വിജയം നേടിക്കഴിഞ്ഞു എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത്. ഇതിനിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹോർമൂസ് കടലിടുക്കിലേക്ക് 2 യുദ്ധക്കപ്പലുകൾ അയച്ചതായി അവകാശപ്പെട്ടിരുന്നു. കടലിൽ മൈനുകൾ സ്ഥാപിച്ചിരുന്ന ഇറാന്റെ 28 ബോട്ടുകൾ നശിപ്പിച്ചതായും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. കടലിടുക്കിലെ മൈനുകൾ നീക്കം ചെയ്യുന്നതിനാണ് കപ്പലുകൾ പ്രവേശിച്ചതെന്ന് US സേനയും വ്യക്തമാക്കി. എന്നാൽ ഹോർമൂസ് കടക്കാൻ ശ്രമിച്ച US യുദ്ധക്കപ്പലുകളെ മുന്നറിയിപ്പ് നൽകി പിന്തിരിപ്പിച്ചു എന്നാണ് ഇറാൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്.
ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ശക്തമായ ബോംബാക്രമണമാണ് കാര്യങ്ങൾ വഷളാക്കിയത്. തെക്കൻ ലെബനനിലെ ടെഫാഹ്തയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 13 പേർ കൊല്ലപ്പെട്ടു. ഇസ്ലാമാബാദിൽ ചർച്ച ആരംഭിക്കുന്നതിന് മുൻപ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് US ഇറാൻ സംഘ നേതാക്കളുമായി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രാഥമിക ധാരണയുണ്ടായാൽ നേരിട്ടുള്ള ഉയർന്നതല ചർച്ചകൾ നടക്കുമെന്നായിരുന്നു പ്രതീക്ഷ. 1979 ഇസ്ലാമിക് വിപ്ലവത്തിനു ശേഷം അമേരിക്കൻ ഇറാനിയൻ ഉദ്യോഗസ്ഥർ മുഖാമുഖം വന്ന ഉന്നത നയതന്ത്ര ചർച്ചയായിരുന്നു നടന്നത്. ആണവായുധം സംബന്ധിച്ച് ഇറാൻ നിലപാടിൽ മാറ്റം വരുത്താതെ കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കില്ല എന്ന സൂചന വാൻസ് നൽകി. ആണവ സമ്പുഷ്ടീകരണം സംബന്ധിച്ചാണ് വർഷങ്ങളായി അമേരിക്കയും ഇറാനും തമ്മിൽ തർക്കം നടക്കുന്നത്. ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്നും ആണവോർജ്ജ പരിപാടി മാത്രമാണ് ലക്ഷ്യമിടുന്നതെന്നുമാണ് ഇറാൻ അവകാശപ്പെടുന്നത്. എന്നാൽ സമീപ വർഷങ്ങളിൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ തോത് വർദ്ധിപ്പിച്ചതാണ് US-നെയും സഖ്യകക്ഷികളെയും ആശങ്കയിലാഴ്ത്തിയത്. ഇതേ തുടർന്ന് 2 തവണ US-ഉം ഇറാനും യുദ്ധത്തിലേർപ്പെട്ടു. ഇറാൻ ഇപ്പോഴും സമ്പുഷ്ടീകരണം ഉപേക്ഷിക്കാൻ തയ്യാറല്ലെന്നാണ് വ്യക്തമാക്കുന്നത്. ആണവായുധവുമായി ബന്ധപ്പെട്ടാണ് ചർച്ച ഉടക്കിയതെന്നും അതായിരുന്നു ലക്ഷ്യമെന്നും വാർത്താ സമ്മേളനത്തിൽ വാൻസ് പറയുകയും ചെയ്തു. ഞായറാഴ്ചയും ചർച്ചകൾ തുടരാൻ ഇടയുണ്ടെന്ന് ഇറാൻ സ്റ്റേറ്റ് TV റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം ചർച്ചകൾ അവസാനിച്ചോ എന്ന കാര്യത്തിൽ US ഭരണകൂടം അവസാനമായി പ്രതികരിച്ചിട്ടില്ല. ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ പ്രധാനമായും ചർച്ച എത്തി നിൽക്കുന്നു എന്ന് ഇറാൻ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. 40 ദിവസത്തിലേറെയായി തുടരുന്ന പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഒത്തുതീർപ്പിലെത്താൻ കഴിയാതെ ചർച്ചകൾ വഴിമുട്ടിയ സാഹചര്യമാണ് ഇതോടെ സംജാതമായിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനി എന്ത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളും ആണവ നിലയങ്ങളും നേരത്തെ തന്നെ തകർക്കപ്പെട്ടതാണ്. എന്നാൽ ഭാവിയിൽ ആണവായുധങ്ങൾ നിർമ്മിക്കില്ല എന്നൊരു ഉറപ്പ് നൽകാൻ ഇറാൻ വിസമ്മതിക്കുന്നതായാണ് വാൻസ് വ്യക്തമാക്കിയത്. ഇതുകൂടാതെ ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചർച്ച പരാജയമാകാൻ ഇടയാക്കി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഭാഷണത്തിന് സൗകര്യമൊരുക്കുന്നത് തുടരുമെന്ന് പാകിസ്ഥാൻ ഞായറാഴ്ച പറഞ്ഞു. അതേസമയം ചർച്ചകൾ ഒരു വഴിത്തിരിവുമില്ലാതെ അവസാനിച്ചതിനു ശേഷം വെടിനിർത്തൽ നിലനിർത്താൻ ഇരുവിഭാഗത്തെയും പ്രേരിപ്പിക്കുമെന്ന് ഷഹബാസ് ഷെരീഫ് വ്യക്തമാക്കി. ഒരു കരാറില്ലാതെ ചർച്ചകൾ അവസാനിച്ചതിനെ തുടർന്ന് വെടിനിർത്തൽ തുടരാൻ ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ് അമേരിക്കയോടും ഇറാനോടും അഭ്യർത്ഥിച്ചു. ചർച്ചകൾ താൽക്കാലികമായി പരാജയപ്പെട്ടെങ്കിലും ആശയവിനിമയത്തിനുള്ള വഴികൾ അടഞ്ഞിട്ടില്ലെന്നാണ് പാകിസ്ഥാന്റെ മുതിർന്ന നയതന്ത്ര ഉദ്യോഗസ്ഥർ അറിയിച്ചത്. ഇറാനും മറ്റ് പ്രാദേശിക രാജ്യങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ പാകിസ്ഥാൻ ഇനിയും ശ്രമങ്ങൾ തുടരും. ഒറ്റ കൂടിക്കാഴ്ചയിൽ തന്നെ കരാറിലെത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗായി പറഞ്ഞു. ചില വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തിയിട്ടുണ്ട് എങ്കിലും 2-3 പ്രധാന കാര്യങ്ങളിൽ ഇനിയും അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. വരും ദിവസങ്ങളിൽ ടെഹ്റാനും വാഷിംഗ്ടണും തമ്മിലുള്ള ഇടപെടൽ സുഗമമാക്കുന്നതിൽ പാകിസ്ഥാൻ തുടർന്നും പങ്കുവഹിക്കുമെന്ന് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ദാർ പറഞ്ഞു. ചർച്ചയിൽ സംഭവിച്ച പോരായ്മകൾ പാകിസ്ഥാൻ കാരണമല്ല, അവർ ഞങ്ങളെ നന്നായി സഹായിച്ചു. ഞങ്ങളും ഇറാനും തമ്മിലുള്ള വിടവ് നികത്താനും കരാറിലെത്താനും അവർ നന്നായി പരിശ്രമിച്ചു. 21 മണിക്കൂറിൽ ഇറാനുമായി ഗൗരവമായ പല ചർച്ചകളും നടത്തി. അതൊരു നല്ല വാർത്തയാണ്. എന്നാൽ നമുക്ക് ഒരു കരാറിലെത്താൻ സാധിച്ചിട്ടില്ല. അമേരിക്കയേക്കാൾ ഇറാനെ സംബന്ധിച്ച് അതൊരു മോശം വാർത്തയാണെന്നാണ് ഞാൻ കരുതുന്നത്, വാൻസ് പറയുന്നു. ഇറാൻ ആണവായുധം തേടില്ലെന്ന സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ടെന്നും വാൻസ് പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രധാന ലക്ഷ്യം അതായിരുന്നുവെന്നും ഈ ചർച്ചയിൽ തങ്ങൾ കൈവരിച്ച നേട്ടം ഇതാണെന്നും വാൻസ് വ്യക്തമാക്കി. ഇനിയൊരു ചർച്ചയ്ക്കില്ലെന്നും US-ന് ഒഴികഴിവുകൾ മാത്രമാണ് ആവശ്യമെന്നും ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിൽ അമേരിക്ക ഇറാനെതിരെ അതിരൂക്ഷമായ സൈനിക നടപടിക്ക് സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളും ശക്തമാണ്. മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ്. Like, share and subscribe.